ജില്ലയിലെ പ്രശസ്തരായ 32 ചിത്രകാരന്മാർ ചെയ്ത ജലച്ഛായ രചനകളുടെ നീരുനിറം പ്രദർശനത്തിന് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. 2 ആഴ്ച നീണ്ടുനിൽക്കുന്നതാണ് പ്രദർശനം. ചിത്രകാരൻ ബാലകൃഷ്ണൻ കതിരൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ അധ്യക്ഷനായി. ചിത്രകലയെയും ഏറ്റു നടത്തുന്നത് ഒന്ന് സാഹിത്യത്തെ മുന്നോട്ട് വെക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ചിത്രകലയെ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള പെട്ടെന്ന് ഏവർക്കും പറഞ്ഞാൽ അറിയാവുന്നത് അമൃത ഹോസ്പിറ്റലിന് അടുത്തുള്ള എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിന് അടുത്തുള്ള എടപ്പള്ളി വടക്കുമാവ് സർവീസ് സഹകരണ ഇങ്ങനെ 2 സഹകരണ മേഖലയിലാണ് ഈ 2 വിഭാഗത്തിൻ്റെ, അതായത് സാഹിത്യത്തിൻ്റെയും കലയുടെയും പുരോഗമനത്തിനായി ചിത്രകലയെ അടുത്ത് സ്നേഹിക്കുന്നതിന്, പിന്നെ സാഹിത്യത്തെ അടുത്ത് സ്നേഹിക്കുന്നതിനൊക്കെയുള്ള ഒരുക്കങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുന്നത്. അതുകൊണ്ട് അത് ഞാനിവിടെ പറയാനുള്ള കാരണം, ഈ ചിത്രകലയെ ഒരു സഹകരണ ബാങ്ക് എടുത്തു പെരുമാറും. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമേശ് കണ്ടോത്ത്, ശില്പി വത്സൻ കൂർമക്കൊല്ലേരി, ചിത്രകാരന്മാരായ സുശാന്ത് കൊല്ലറക്കൽ, ധനേഷ് മാമ്പ, എം ദാമോദരൻ, ബാലസാഹിത്യകാരൻ ഗണേഷ് വേലാണ്ടി, അശോകൻ, KM ശിവകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. രാജ്യത്തെ ആദ്യ ജനകീയ ചിത്രശാല കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയുടെ മുൻകൈയിൽ ആദ്യമായാണ് കതിരൂരിൽ ജലച്ഛായ മാധ്യമത്തിൽ മാത്രമായി ചിത്രപ്രദർശനം ഒരുക്കുന്നത്. നീരുനിറം ജനുവരി 24-ന് സമാപിക്കും. ഗ്യാലറി സമയം രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.